എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇനിയും എനിക്ക് എൻ്റെ ആദർശേട്ടനെ ഇൻസൾട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പറയുവാണ്, ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല എന്ന് പറയുമ്പം അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല കനകയും ഗോവിന്ദനും. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കുകയില്ല, വ്യക്തമായ തെളിവോടുകൂടി പറഞ്ഞാൽ മാത്രമേ ഞങ്ങളത് വിശ്വസിക്കുകയുള്ളൂ, നീ നുണ പറയുവാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഒരു പെണ്ണും അവളെ ഇൻസൾട്ട് ചെയ്യുന്നത് കേട്ട് നിൽക്കില്ല. അതുപോലെ തന്നെയാണ് അവളുടെ ഭർത്താവിൻ്റെ അവസ്ഥയും. അവളുടെ ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യാൻ അവൾ ആരെയും അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ്, എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പൂർണ്ണമായ തെളിവോടുകൂടി തന്നെയാണ് ഞാനിത് പറയുന്നത് എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്ത് തെളിവാണ് ഉള്ളത്? ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇടയ്ക്കൊക്കെ പറയാറുണ്ട് നിങ്ങൾ, പക്ഷേ അതിന് വ്യക്തമായ തെളിവൊന്നും ഇതുവരെ തന്നിട്ടില്ല എന്നിങ്ങനെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശൻ്റെ കാര്യം. ആ മുത്തശ്ശൻ ഇതുവരെ ആദർശേട്ടനെ തള്ളി പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ ആദർശേട്ടൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന്? അല്ലെങ്കിൽ മുത്തശ്ശൻ ഇതൊക്കെ അനുവദിച്ച് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ ഇതിന് വ്യക്തമായ തെളിവ് നിങ്ങൾ തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തരാൻ പറ്റാത്തത്? ആ പെൺകുട്ടിയുടെ വീട്ടിൽ ആദർശിൻ്റെ ഫോട്ടോസ് എല്ലാം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതുപോലെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും പറഞ്ഞു ആ കൊച്ചിൻ്റെ ചന്തുവിൻ്റെ അച്ഛൻ ആദർശാണെന്ന്. അതുപോലെ ആദർശ് പലപ്പോഴും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങളിത് വിശ്വസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ഇതിനിടയ്ക്ക് നന്ദു പറയുന്നുണ്ട്, എനിക്ക് ആദർശേട്ടന് ഒരു സംശയമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദർശേട്ടൻ്റെ അടുത്തേക്ക് ചോദ്യങ്ങളുമായിട്ട് വരാണ്ടിരുന്നത്. ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ ഉണ്ടെന്ന് എനിക്ക് പണ്ടേ സംശയം തോന്നിയതാണ് എന്നൊക്കെ പറയുവാണ്. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, എന്തിൻ്റെ പേരിലാണ് നിങ്ങളിത് മറച്ചു വയ്ക്കുന്നത്? എന്തിനാണ് ചന്തുവിൻ്റെ അച്ഛൻ ആദർശാണ് എന്ന് ആദർശ് ഏറ്റു പറഞ്ഞത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരമാണ് നയന പറയുന്നത്, ഇവിടുന്ന് ആദർശേട്ടനെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയല്ലോ അച്ഛൻ്റെ മൂത്ത മോളും മരുമോനും, ആ മോളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറയുമ്പം കനകയ്ക്കും ഗോവിന്ദനും അതങ്ങ് വിശ്വാസമാകുന്നില്ലേ. അന്നേരമാണ് നയന പറയുന്നത്, ചന്തുമോളുടെ അച്ഛൻ അവനാണ്, ആ അഭിയാണ് എന്നിങ്ങനെ പറയുന്നു. അന്തേക്കും കനകയ്ക്ക് ഭയങ്കര വിഷമം. കനക, അങ്ങനെയൊന്നും അല്ല, അഭിമോൻ ഇപ്പം അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ വെറുതെ നുണ പറയുന്നതാണ്, ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്ക് അറിയണം എന്നിങ്ങനെ പറയുന്നു. അന്നേരം നയന നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്. അന്ന് ചന്തുമോളുടെ വീട്ടിൽ ചെന്നു, അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിനുശേഷം അന്ന് അവിടെ മുത്തച്ഛനും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത് കുറച്ച് ദിവസം ആദർശേട്ടനെ എന്നോട് മറച്ചു വെച്ചു. ലാസ്റ്റ് വേറെ നിവൃത്തിയില്ലാതെ വന്ന് ആദർശനത് സഹിക്കാൻ മേലാതെ വന്നപ്പോഴാണ് എന്നോട് തുറന്നു പറഞ്ഞത്. അപ്പോഴും ഞാൻ ആദർശേട്ടൻ്റെ ഒപ്പം തന്നെയായിരുന്നു. ആദർശേട്ടൻ ഇങ്ങനെയൊരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു എന്ന് നയന പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അതിനുശേഷം ഇതിലാരാണ് തെറ്റുകാരൻ എന്നറിയണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് കിരണിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുകയാണ് ചെയ്തത്. അയാൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അയാളുടെ കയ്യിലേക്ക് എൻ്റെയും ചന്തുമോളുടെയും അഭിയുടെയും മുടി ഞങ്ങൾ കളക്ട് ചെയ്ത് അയച്ചു കൊടുത്തു. അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ വ്യക്തമായി അഭിയാണ് കൊച്ചിൻ്റെ അച്ഛനെന്ന് വ്യക്തമായി എന്ന് പറയുന്നു. അന്തേക്കും പിന്നെ ആകെ സങ്കടമാണ് കനകയ്ക്കും ഗോവിന്ദനും. ഗോവിന്ദൻ പെട്ടെന്ന് ആദർശിൻ്റെ കയ്യെ പിടിച്ച് തൊഴുത് പിടിച്ചിങ്ങനെ പറയുവാണ്, മോനെ, അറിയാതെ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ മോൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, വേണ്ട അച്ഛൻ ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം കനകയ്ക്കും ആകെ വിഷമമാണ്. അന്നേരം കനക പറയുന്നുണ്ട്, അബി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിഞ്ഞത് ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം അവൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പം വലിയ വിഷമമൊന്നുമില്ല, സങ്കടമുണ്ട്, എങ്കിലും ആദർശ് തെറ്റ് ചെയ്തില്ല എന്നറിയുന്നത് ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു ആശ്വാസമാണ്, മനസ്സിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നു. അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട്, അത് തന്നെ ഞാനും ഒരുപാട് വിശ്വസിച്ചിരുന്നു ആദർശിനെ, അതുകൊണ്ട് ആദർശ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞതായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ പോയത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വിഷമം ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, എന്തൊക്കെ രീതിയിൽ ഞങ്ങൾ അപമാനിക്കപ്പെട്ടു, ഇവിടെ എന്തൊക്കെയാണ് നടന്നത് എന്ന് നിങ്ങൾക്കറിയാലോ, എന്നിട്ട് ഞങ്ങളിതെല്ലാം മറച്ചു വെച്ചത് ചേച്ചി ഓർത്തിട്ടാണ് എന്ന് പറയുമ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുത്തനെ, എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം കനക പറയുവാണ്, അങ്ങനെ പറയില്ലേ മോളെ, കാരണം അഭിയയിൽ നിൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് അവനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, അതേ മോളെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം സഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഗോവിന്ദന് പിന്നെയും സങ്കടം. ഗോവിന്ദൻ പിന്നെയും ആദർശിനോട് പറയുവാണ്, ഞങ്ങൾ ഒരുപാട് മോനെ അപമാനിച്ചു, മോൻ ക്ഷമിക്കണം, മോനെ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് മോൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടായെന്ന് പറഞ്ഞ് തന്നെ പിന്നെ ഇതൊക്കെ തന്നെ പറയുന്നു. അന്നേരം ദേഷ്യം വന്ന
വന്നിട്ട് നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ആ അഭി അവന് എന്നെങ്കിലും എൻ്റെ കയ്യിൽ ഏതെങ്കിലും കേസ് കിട്ടും, അന്ന് അവന് സ്റ്റേഷനിൽ നിന്ന് ചോര തുപ്പിക്കൊണ്ട് പുറത്തു പോകുള്ളൂ എന്ന് നന്ദു പറയുന്നുണ്ട്. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, ജലജയ്ക്ക് ഇതൊക്കെ അറിയാവോ? ആ ജലജ എന്തൊക്കെ പറഞ്ഞാണ് ആദർശ് മോനെ അപമാനിക്കുന്നത്, എന്തൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ കേട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് അപ്പച്ചിയെ ദത്തെടുത്തത്. അതുകൊണ്ടാണ് ആ അപ്പച്ചിയും മോനും കൂടി ഈ വയസ്സുകാലത്തും അവർക്ക് ജീവിതത്തിൽ മനസ്സമാധാനം കൊടുക്കാത്തത്. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അനുഭവിക്കേ നിവൃത്തിയുള്ളൂ. അനന്തപുരിയിലെ പയ്യനാണല്ലോ തെറ്റ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഇനി അങ്ങോട്ടും ചന്തുമോളുടെ അച്ഛനായി തന്നെ ഇരിക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. ഞങ്ങൾ തന്നെ ആ മോളെ വളർത്തും. ഇനിയും അഭി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ യാതൊരു രീതിയിലുള്ള ഇഷ്ടക്കേടും കാണിക്കരുത്. അവൻ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആ പെൺകുട്ടിയെ പോലും ഇല്ലാതാക്കും. അവന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുത്തനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ആദർശ് പോകാൻ ഇറങ്ങുവാണ്. നയനോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആദർശേട്ടാ, ഞാൻ നാളെ വരാമെന്ന് പറയുന്നു. അന്നേരവും ഗോവിന്ദൻ ആദർശിനെ കയ്യെ പിടിച്ച് മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം കുഴപ്പമില്ല, എനിക്ക് ഇതൊന്നും പ്രശ്നമില്ല, എനിക്കറിയാം നിങ്ങൾ എന്നെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. അതാണ് നിങ്ങൾക്ക് എൻ്റെ ഈ തെറ്റിനെ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതെന്നും എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ആദർശ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ വിവാഹം നടന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു അതൊരു വലിയ ദുരന്തമായിരുന്നു, എനിക്ക് ഒട്ടും ചേരുന്ന ഒരാളല്ല എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ ഇനി ഒരിക്കലും കിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അത് ശരിയാണല്ലേ ഗോവിന്ദേട്ടാ എന്ന് ചോദിക്കുവാണ് കനക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ഫ്രണ്ടിലിരിക്കുമ്പോൾ മോള് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ വരാത്ത, എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുക എന്ന് പറയുമ്പോൾ അമ്മ പെട്ടെന്ന് വരുമെന്നേ, മോള് വിഷമിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ചോദിക്കുക എന്നെ എന്താ കൂടെ കൊണ്ടുപോകാതിരുന്നേന്ന്. അന്നേരം വേറൊരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അന്ന് ഈ ആദർശ് വരുന്നു. അന്നേരം അയ്യോ അമ്മയില്ലല്ലോ എന്ന് പറഞ്ഞാൽ മോൾക്ക് ഭയങ്കര സങ്കടമാണ്. അന്നേരം കയറി വരുന്നത് ദേവയാനി ചോദിക്കും, അതെന്താടാ മോള് വരാതിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പം ഒരു ദിവസം അവിടെ നിൽക്കട്ടെ അമ്മേ, നാളെ വരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഈ മോളെയും കൊണ്ട് നമുക്ക് ആ വീട്ടിലോട്ട് പോകാം, ഒരു പ്രശ്നവുമില്ല. കാരണം ഇന്നത്തെ ഫംഗ്ഷനിടയ്ക്ക് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി, പരിധി വിട്ട് എന്നെ അപമാനിക്കുന്നത് കണ്ടപ്പം അവൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനിക്ക് ഭയങ്കര ഒരു അത്ഭുതം. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഞാനിത് നേരത്തെ പറയണമെന്ന് മോളോട് പറഞ്ഞതാണ്. അന്നേരം മോളാണ് പറഞ്ഞത് പറയണ്ട, പറഞ്ഞാൽ ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും അവരറിഞ്ഞല്ലോ, അതേതായാലും നന്നായി എന്ന് ദേവയാനി പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ലമ്മേ, അതറിഞ്ഞപ്പോൾ അവർക്ക് ആകെ വിഷമമായി. കാരണം ഒരു മരുമോൻ തെറ്റുകാരനല്ല എന്നറിയുമ്പോൾ മറ്റൊരു മരുമോൻ അതിൻ്റെ അകത്ത് പ്രതിസ്ഥാനത്തേക്ക് വരുമല്ലേ, അതിൻ്റെ വിഷമം അവർക്കുണ്ടായിരുന്നു എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവനാണ് തെറ്റ് ചെയ്തത് എന്നറിയാതെ ജലജ എന്തൊക്കെ രീതിയിലാണ് നിന്നെ അപമാനിക്കുന്നതെന്ന് അറിയുമോ, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ആദർശ് പറയും, അമ്മ അതൊന്നും കാര്യമാക്കണ്ട, കാരണം നമ്മളതിന് പ്രതികരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം പുറത്താകും എന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അഭി ചിലപ്പം സാധാരണ രീതിയിൽ ഇതെല്ലാം കണ്ടു നിന്നോണമെന്നില്ല, അവൻ ഏത് രീതിയിലും പെരുമാറും, ശരിക്കും അവൻ്റെ മനസ്സ് ഒരു മൃഗത്തിൻ്റേതാണ് എന്നൊക്കെ പറയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു മനസ്സുള്ളവനെ ഈ കുടുംബത്തിൽ താമസിപ്പിക്കുന്നത് ആപത്തല്ലേ എന്ന്. അന്നേരം ആദർശ് പറയും, അത് ആപത്ത് തന്നെയാണ്, എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഈ സമയത്തായിരുന്നു നന്ദുവിനെ പോലെ ഒരാൾ ഈ വീട്ടിൽ വേണ്ടത്. അന്ന് നന്ദുവിൻ്റെ വിവാഹം നടക്കണമെന്ന് മുത്തശ്ശൻ തീരുമാനിച്ചിട്ട് പോലും, മുത്തശ്ശന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും നടന്നില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അകത്തേക്ക് പോകുമ്പോൾ ചെറിയ ടെൻഷനുണ്ട് ദേവയാനിക്ക്. പിന്നെ കാണിക്കുന്നത് നയനയും ഗോവിന്ദനെയും കനകയൊക്കെയാണ്. അവർ വൈകിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നത്, പക്ഷേ അഭി അവനെ സമ്മതിച്ചു കൊടുക്കണം, ഈ കാര്യങ്ങളെല്ലാം അവൻ അറിയാഞ്ഞിട്ടും അവൻ അഭിനയിച്ച് തകർക്കുവാണ് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ശരിക്കും അവൻ പഠിച്ച കള്ളൻ, അല്ലെങ്കിൽ അവനിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൈ കിട്ടുന്ന അന്ന് അവൻ ചോര തുപ്പിക്കൊണ്ട് പുറത്തു പോകുള്ളൂ, അതിനുള്ളത് ഞാൻ ചെയ്യുമെന്ന് നന്ദുവും പറയുന്നുണ്ട്. പിന്നെ നയന പറയുന്നു, ചേച്ചിയുടെ നിർബന്ധപ്രകാരമാണ് അഭിക്കൊരു ബ്രാഞ്ച് കൊടുത്തത്, അതിന് മേലെ അവനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരാളെ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇങ്ങനത്തെ ദുഷ്ട മനസ്സുള്ളവരെ ഒന്നും പ്രധാന സ്ഥാനങ്ങളിലൊന്നും ഇരുത്തരുത് മോളേന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, എന്നാലും അവൻ എന്നാ ഭംഗിയായിട്ട് അഭിനയിക്കുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല,
എന്ന് പറയുമ്പം നയന പറയുവാണ് അവൻ്റെ അഭിനയമൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത് എവിടെ വരെ പോകുമെന്ന് ഞങ്ങൾ നോക്കട്ടെ, എന്നിട്ട് അതിനൊരു പരിഹാരം കാണാം എന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശമായിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അഭി അടുത്തോട്ട് ചെല്ലുവാണ്, ഒന്നിനുമല്ല വെറുതെ ചൊറിയാൻ. അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുവാണ്, ഓ ആദർശേട്ടൻ മാത്രമേ തിരിച്ചു വന്നോളൂ, ഏട്ടത്തി വന്നില്ലേ, അതെന്താ ഏട്ടത്തി അവിടെ നിർത്തിയേക്കുന്നത്, വെള്ളം പൂശാൻ വേണ്ടിയാണോ ഏട്ടനെ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരും വെള്ളം പൂശേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഏതായാലും ഇനി ഒരു ഫംഗ്ഷന് ഏട്ടൻ ആ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അത്രത്തോളം ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും ഏട്ടനെ വെറുക്കുന്നുണ്ട്. കാരണം അവർ ഇതിനു മുമ്പ് അത്രത്തോളം സ്നേഹിച്ചിരുന്നല്ലോ, കൈവെള്ളയിലല്ലേ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ആ കൈ വീശി മുഖത്തൊന്ന് തരാനായിരിക്കും അവർ ഓർക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നീ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, ശരിക്കും നിന്റെ കാരണം തീർത്തേ ഒരെണ്ണം തരാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് ആദർശ് പറയും. അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു നമ്മുടെ നവ്യ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട്, അതെന്താ ആദർശേട്ടാ അഭിയനെ അടിക്കുമെന്നൊക്കെ പറയുന്നത്, അതിന് മാത്രം വലിയ തെറ്റ് അവൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ചെയ്ത തെറ്റിൻ്റെ അളവ് പോലൊന്നും എൻ്റെ കയ്യിലില്ല, അത് നോക്കാനുള്ള സമയമല്ല ഇത് എന്ന് പറയുമ്പം അഭി നവ്യയോട് പറയുന്നുണ്ട്, ഏട്ടൻ തന്നെ തിരിച്ചു പോകുന്നുള്ളൂ, ഏട്ടത്തെ അവിടെ നിർത്തിയേക്കുവാണ്, നിൻ്റെ അച്ഛനെയും അമ്മയും ഏട്ടത്തിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ച് സോപ്പിട്ട് കൈക്കലാക്കാൻ വേണ്ടിയാണ് അവിടെ നിർത്തിയിട്ട് പോന്നേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്തേക്കും നവ്യ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വെള്ളം പൂശിയാലും നിങ്ങൾ ചെയ്ത തെറ്റുണ്ടല്ലോ ആദർശിട്ട്, അത് ഈ ജന്മം അതാരും പുറത്ത് തരുമെന്ന് ഓർക്കണ്ട എന്നിങ്ങ് പറയുമ്പോഴത്തേക്കും ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.